ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന നിർണായക ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഉൾപ്പെടെ നിയമം ബാധകമാണ്. മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ബില്ലിന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ബില്ല് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ എംപിമാരുടെ പ്രതികരണം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, യാതൊരുവിധ രാഷ്ട്രീയപരമായ ഒരു സമീപനവുമില്ലാതെ സമ്പൂർണ്ണമായി അഴിമതി ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ചും ഭരണകർത്താക്കളുടെ അഴിമതി ഇല്ലാതാക്കാൻ, അഴിമതി നടത്തുന്ന മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവർ ജയിലിൽ കിടന്നാൽ, ഒരു മാസം ജയിലിൽ കിടന്നാൽ ആ സ്ഥാനം രാജിവെക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷം എതിർക്കുമെന്ന് പറയുന്നു. എന്താണ് അവരുടെ എതിർപ്പിന് കാരണം? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ജിഷ്ണു കൃഷ്ണൻ? വിരോധ നിർണായകമായിട്ടുള്ള ഈ ബില്ലിനെയും എതിർക്കുന്ന നിലപാടും സമീപനവും പ്രതികരണവുമാണ് പ്രതിപക്ഷ എംപിമാർ നടത്തുന്നത്. ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട്, ആ ബില്ലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചെയ്യുന്നത്. ലോക്സഭ 11 മണിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ 12 മണിയോടുകൂടി ഇപ്പോൾ വീണ്ടും ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും ലോക്സഭയിലെ നടപടികൾ മുൻപോട്ട് പോകുന്നു. പ്രതിപക്ഷ എംപിമാർ ഈ ബില്ലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ആ ബില്ല് ഒഴിവാക്കേണ്ടതാണ് എന്ന പ്രതികരണം നടത്തുമ്പോൾ എന്താണ് ഈ പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഗുരുതരമായിട്ടുള്ള കേസുകളിൽ പ്രതി ചേർത്തുകൊണ്ട്, അതിൽ 5 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതി ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ ഒരു മാസത്തിന് അധികം, അതായത് 30 ദിവസത്തിനധികം ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവർ രാജിവെക്കണം. ഇനി രാജിവെക്കുകയല്ലെങ്കിൽ 31ാമത്തെ ദിവസം സ്വാഭാവികമായും ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ബില്ലാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും നമ്മുടെ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, രാജ്യത്തെ ഭരണ നിർവഹണത്തിൽ പ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർ, അവരുടെ നടപടികൾ സുതാര്യമാക്കുന്നതിനും അഴിമതിയും മറ്റ് ക്രമക്കേടുകളും ഇല്ലാതിരിക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ബില്ലിനെ പോലും എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അവർ ആരോപിക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ എംപിമാർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ആ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുകയോ 5 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതി ചേർത്തുകൊണ്ട് ഒരു മാസത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവരെ അയോഗ്യനാക്കുന്നതിന് ഉള്ള നടപടിയും അതിൻ്റെ ബില്ലുമാണ് കൊണ്ടുവരുന്നത്. അത് നമുക്കറിയാം, മുൻപ് ഡൽഹിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഗുരുതരമായിട്ടുള്ള കേസുകളിൽ തെളിവുകൾ സഹിതം അന്വേഷണ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് പോലും മുഖ്യമന്ത്രി എന്ന പദമൊഴിയാനുള്ള മാന്യത അന്ന് അരവിന്ദ് കെജ്രിവാൾ കാണിച്ചിരുന്നില്ല. മറ്റ് പല സ്ഥലങ്ങളിലും, തമിഴ്നാട്ടിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടും ഒപ്പം ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക, മറ്റ് ക്രമക്കേടുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബില്ല് ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായി 3 ബില്ലുകൾ, ഒന്ന് ഭരണഘടനയുടെ 130ാം ഭേദഗതി ബില്ല്, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയാണ് കൊണ്ടുവരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കും. ഒപ്പം ഈ ബില്ലിലെ വിശദാംശങ്ങൾ അവതരിപ്പിച്ച ശേഷം, ബില്ല് അവതരിപ്പിക്കുകയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബില്ല് വിശദമായ പരിശോധനയ്ക്ക് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടാനാണ് സാധ്യത. നേരത്തെ വഖഫ് നിയമ ഭേദഗതിയെല്ലാം വിട്ടതിന് സമാനമായി ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം വിശദമായ ചർച്ചകൾക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അത്തരത്തിൽ ആ ബില്ലിനെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിക്ക് വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം ബഹളം വെക്കുകയും ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവർത്തനം സുതാര്യമാക്കുന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ബില്ലിനെ പോലും എതിർക്കുകയും അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനാണ് എന്ന ആരോപണവുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വളരെ വ്യക്തമാണ്. സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ലോക്സഭയിൽ ഇന്ന് സർക്കാർ അവതരിപ്പിക്കുന്നത്.
അതായത് പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ 1 മാസത്തിലധികം തടവിൽ കഴിഞ്ഞാൽ അവർ തൽസ്ഥാനങ്ങൾ ഒഴിയണം എന്നുള്ള വളരെ സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇതിനെയും പ്രതിപക്ഷം എതിർക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വാർത്തയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.